എല്ലാവർക്കും ഡിയോൺ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഡിയോൺ കുട്ടനുണ്ട് കേട്ടോ എൻ്റെ തൊട്ട് പുറകിൽ. ഡിയോൺ കുട്ടൻ എല്ലാവർക്കും ഒരു ഹായ് പറ. എല്ലാവരും സുഖമായിരിക്കുന്നു ചോദിക്ക്. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു പറ. ഞാൻ സുഖമായിട്ടിരിക്കും. അപ്പോൾ ആളിന്ന് അംഗനവാടിയിലൊന്നും പോയിട്ടില്ല കേട്ടോ. ഇന്ന് സൈക്കിൾ ഓടിക്കുകയാണ് മുറ്റത്തുകൂടി. ഇത് അകത്ത് ഓടിച്ചുകൊണ്ടിരുന്ന സൈക്കിളാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ആൾ സൈക്കിൾ പുറത്തിറക്കി. അപ്പോൾ പുറത്തിറക്കിയതാ ഇതിൽ കൂടെ സൈക്കിൾ ഉരുട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞങ്ങളെല്ലാം ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും നല്ല മഴയൊക്കെ കിട്ടിയെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു കുക്കിംഗ് ഉണ്ട്, ചെറിയ വിശേഷങ്ങളുണ്ട്. അപ്പോൾ മാക്സിമം ഞാൻ എന്നും വീഡിയോ ഇടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടില്ല. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് എനിക്കുണ്ടാവണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. വീഡിയോയിലുള്ള തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ എല്ലാവരും കമൻ്റായിട്ട് അറിയിക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഓടിപ്പോയി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അണേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. നിങ്ങൾക്ക് ഞാനിടുന്ന എൻ്റെ എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വായോ, ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. വായോ. ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ നമുക്ക് കുറച്ച് മുളക് പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയും ഉപ്പും പുരട്ടി ഒന്ന് വയ്ക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ്റെ പീസുകളൊക്കെ ഒന്ന് പുരട്ടി വെക്കാം. അങ്ങനെ അതാ ചിക്കനൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിനി ഒന്ന് ഒരു 10-15 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് ഞാനിതിന് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി ഇവയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. നിങ്ങൾക്ക് ഞാനിന്ന് കാണിച്ചു തരുന്നത് ചിക്കൻ വെച്ചിട്ട് ചിക്കൻ ചുക്കയാണ്. അത് നമ്മൾ ഉള്ളിയൊക്കെ വറുത്താണ് എടുക്കുന്നത്. അതെങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. ഞാനിവിടെ മീഡിയം സൈസ് ഒരു 3 സവോള നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ സവോള ഇനി എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കണം. ഒന്ന് വറുത്തെടുത്തിട്ട് വരാം. ഉള്ളി വറക്കാനായിട്ട് ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ വറക്കാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഈ ചൂടായ എണ്ണയിലേക്ക് ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉള്ളി നൈസായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഇത് മൂക്കാൻ കട്ടി കൂട്ടി അരിഞ്ഞാൽ ഇത് മൂക്കാൻ കുറച്ച് പാട് വരും. അങ്ങനെ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് അതിലേക്ക് കീറി ഇടാൻ വേണ്ടി, ചെറിയ 2 കഷ്ണം ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഞാനിവിടെ ഇഞ്ചി ചതച്ചെടുത്തു, വെളുത്തുള്ളി ചതച്ചെടുത്തു, പച്ചമുളക് 2ആയിട്ട് കീറി, പിന്നെ 2-3 തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഞാൻ എണ്ണയിൽ വറുത്തെടുക്കാൻ ഇട്ട സവോള മൂത്ത് വരുന്നുണ്ട്. അത് പകുതി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് മുഴുവനായിട്ടൊന്ന് വറുത്തെടുക്കട്ടെ. അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കിടന്ന കരിഞ്ഞു പോവും. ഞാനിതൊന്ന് കോരിയെടുക്കട്ടെ. അങ്ങനെ ഉള്ളിയെല്ലാം നല്ല രീതിയിൽ വറുത്ത് കോരിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഉള്ളി വറുത്ത ചട്ടി തന്നെയാണ് ചിക്കൻ വെക്കുന്നതിനായി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചട്ടിയിലേക്ക് ഞാൻ ഇതിനു മുമ്പ് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പിന്നെ 2ആയിട്ട് കീറി വെച്ചിരിക്കുന്ന പച്ചമുളക്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കിപ്പം ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുളക് പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇത്രയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 2 തണ്ട് കറിവേപ്പില. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ്.
ഇത് ഉള്ളി വറുത്ത എണ്ണ തന്നെയാണ് കേട്ടോ ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനൊക്കെ ഉപ്പ് പുരട്ടി വെച്ചതായതുകൊണ്ട് ഞാനൊരു ലേശം ചേർത്തിട്ടുള്ളൂ. പിന്നെ തിളച്ച് വന്നതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ എല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒട്ടും പോലും വെള്ളം ചേർക്കുന്നില്ല. ഇനി ചിക്കൻ തിളച്ച് കഴിയുമ്പോഴത്തേക്കിന് ചിക്കൻ്റെ വെള്ളം ഇറങ്ങും. അപ്പോൾ ആ വെള്ളം മാത്രം മതി. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. കുറഞ്ഞ തീയിലിട്ട് വേണം ഇത് വേവിക്കാൻ. ഇനി ഇത് ഞാൻ അടുപ്പത്തേക്ക് വെക്കുകയാണ്. അങ്ങനെ ഞാൻ ചിക്കൻ അടുപ്പിൽ വെച്ചു. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. അപ്പം മൂടി വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ചിക്കനൊക്കെ ഒന്ന് ഞാൻ ഇളക്കിയിടാവുന്ന കരുതി ഒന്ന് തുറന്നതാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ചെറിയ തീയിൽ വേണം കേട്ടോ ഇതാക്കിയെടുക്കാൻ. അങ്ങനെ ഇതാ ചിക്കനകത്തെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളത്തിൽ കിടന്നാണ് ഇതിങ്ങനെ വെന്ത് വരേണ്ടത്. അങ്ങനെ ഇതാ ചിക്കനൊക്കെ വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. ഇത് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ ചെറിയ തീയിൽ തന്നെ വെച്ച് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.